Hi folks, ഈ വീഡിയോയിൽ നമ്മൾ മ്യൂവിങ്ങിനെ പറ്റി അറിയേണ്ട എല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എന്താണ് മ്യൂവിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂവിങ് ടങ് പോസ്റ്റർ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏത് ഫേസ് ഷേപ്പുള്ള ആൾക്കാർക്കും അവരുടെ ജോ ലൈൻ കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓവർ ടൈം. ഇത് 2-3 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് റിസൾട്ട് കാണുന്ന ഒരു സംഭവമല്ല, കുറച്ച് സമയം എടുക്കും. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6-7 മാസം കൊണ്ട് ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ഫേസിന്റെ ഷേപ്പിൽ കാണാൻ കഴിയും. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ. Alright, enough me talking about it, let me show you how it's done. ഇപ്പോൾ സാധാരണ നമ്മൾ എവിടെയാണ് നമ്മൾ ടങ് റെസ്റ്റ് ചെയ്യാറ്? നമ്മളെ വായയുടെ ഉള്ളിൽ അടിഭാഗത്താണ് നമ്മൾ ടങ് റെസ്റ്റ് ചെയ്യാറ്. നമ്മൾ മ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ടങ്ങിന്റെ മുകൾ ഭാഗത്തെ റൂഫ് ഇല്ലേ, ആ ഭാഗത്താണ് നമ്മൾ ടങ് റെസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ടൊക്കെ തോന്നും, ബട്ട് എല്ലാവരും മ്യൂവിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കാണ്. അവർ ഫ്രണ്ട് ഓഫ് ദ റൂഫിൽ നമ്മുടെ ടങ് റെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് റോങ്. നമ്മൾ ഫ്രണ്ട് ഓഫ് ദ റൂഫിലല്ല നമ്മൾ ടങ് റെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ബാക്ക് സൈഡ് ഓഫ് ദ റൂഫ് ഉണ്ടാവും. നമ്മുടെ ഈ സൈഡ് ലാസ്റ്റ് സൈഡായിട്ട് നമ്മുടെ ടങ്ങിൻ്റെ മുകളിലുള്ള റൂഫിൻ്റെ അവിടെ ഒരു നാച്ചുറൽ കെർവ് ഉണ്ടാവും, അവിടെയാണ് നമ്മൾ ടങ് റെസ്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ പിന്നെ കോമൺ ആയി ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഫ്രണ്ട് ഓഫ് ദി ടങ് വെച്ച് എൻഗേജ് ചെയ്യുന്ന റൂഫിൽ. നമ്മൾ ഫ്രണ്ട് ഓഫ് ദി ടങ് വെച്ചല്ല മ്യൂ ചെയ്യേണ്ടത്, ബാക്ക് ഓഫ് ദി ടങ് വെച്ചാണ് മ്യൂവിങ് ചെയ്യേണ്ടത്. നമ്മൾ ഫ്രണ്ട് ഓഫ് ദി ടങ് വെച്ച് എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് ഉടനടി നമ്മളെ ജോയിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ചിൻ പോലെ സംഭവം തുടങ്ങാൻ തോന്നും. ഇൻസ്റ്റഡ് നിങ്ങൾ ടങ്ങിന്റെ ബാക്ക് ഭാഗമാണ് മ്യൂ ചെയ്യുമ്പോൾ എൻഗേജ് ചെയ്യേണ്ടത് നമ്മളെ റൂഫിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ നെക്കിന്റെ അവിടെയുള്ള മസിൽസ് എല്ലാം കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ട് ഇതൊക്കെ കുറച്ചുകൂടി മുകളിലേക്ക് പോയ പോലെ നമുക്ക് ഇത് പ്രോപ്പറായി ചെയ്യുമ്പോൾ നമ്മുടെ പല്ല് കഴിഞ്ഞിട്ട് നമ്മുടെ റൂഫിന്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് കുറച്ച് ഫ്രീ സ്പേസ് ആയിട്ട് വരുന്നുണ്ടാവും. ആൻഡ് നമ്മുടെ റൂഫിന്റെ നാച്ചുറൽ കെർവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തായിരിക്കും നമ്മുടെ ടങ്ങിന്റെ ടിപ്പ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പറായി ചെയ്യുമ്പോൾ നിങ്ങളുടെ നെക്കിന്റെ അടിയിലുള്ള മസിൽസ് എല്ലാം കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ടും ഇവിടുത്തെ മസിൽസ് എല്ലാം കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഡു ദിസ്. സേ സിങ് എന്ന് പറയും നോക്ക്. യെസ്, യു ഡിഡ് ഇറ്റ്. ആ ഇങ് എന്ന് പറഞ്ഞ ടൈമിൽ നമ്മളുടെ നാക്കിന്റെ പൊസിഷൻ അതാണ് കറക്റ്റ് മ്യൂ ചെയ്യുന്ന പൊസിഷൻ. വെൽ ദാറ്റ്സ് ഹൗ യു മ്യൂ. അപ്പോൾ നിങ്ങൾ മ്യൂ ചെയ്യാൻ കറക്റ്റായി പഠിച്ചു. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, ഇത് എത്ര നേരം ചെയ്യണമെന്നാവും. വെൽ, forever. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ടങ് പോസ്റ്റർ നോട്ട് എക്സസൈസ്. ഐ റിപ്പീറ്റ്, മ്യൂവിങ് ഈസ് എ ടങ് പോസ്റ്റർ. വെൽ, എല്ലാവരും ഫോറെവർ ആയിട്ട് ഇത് ചെയ്യുന്നില്ല. എല്ലാവരും ഇടയ്ക്കൊക്കെ മറന്നൊക്കെ പോവും, ഞാനും മറന്നു പോവും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ചെയ്യുള്ളൂ. ബട്ട് അത് കുഴപ്പമില്ല, നിങ്ങൾ എത്രയൊക്കെ കൺസിസ്റ്റന്റ് ആവാൻ പറ്റുമോ അത്രയൊക്കെ കൺസിസ്റ്റന്റ് ആയി ഇത് ചെയ്ത് നോക്കുക. പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ഫുഡ് സ്വാലോ ചെയ്യുമ്പോൾ മ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് നമ്മൾ എങ്ങനെ ഉമിനീര് ഇറക്കുന്നത് അതേപോലെയാണ് നമ്മൾ പിന്നെ ഫുഡ് ചൂ ചെയ്തതിന് ശേഷം നമ്മൾ അത് സ്വാലോ ചെയ്യേണ്ടത്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ചെയ്യാനും എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനും. സോ യെസ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യുന്നതാണ്. പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ടങ് പോസ്റ്റർ ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള വേറൊരു ഗുണം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മ്യൂ ചെയ്യുക. ഇപ്പോൾ തന്നെ മ്യൂ വിത്ത് മീ വീഡിയോടൊപ്പം തന്നെ മ്യൂ ചെയ്യുക. നൗ ട്രൈ ബ്രീത്തിങ്. ജസ്റ്റ് ഒന്ന് ശ്വാസം എടുത്തു. നിങ്ങൾ മിക്കവാറും മൂക്കിലൂടെയാവും ശ്വാസം എടുത്തുണ്ടാവുക. അതായത് നമ്മുടെ മൗത്ത് ബ്രീത്തിങ് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. വെൽ, നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടോ എന്നറിയില്ല, മൗത്ത് ബ്രീത്തിങ് ഒരു ബാഡ് ഹാബിറ്റ് ആണ്. മൗത്ത് ബ്രീത്തിങ്ങിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഈ ക്രുക്കഡ് ടീത്ത് എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ, അതൊക്കെ മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ്. വെൽ, മ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മൗത്ത് ബ്രീത്തിങ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ടങ് നമ്മുടെ റൂഫിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എയർ എടുക്കാൻ കാണില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോസ് ആയിട്ടാണ് ബ്രീത്ത് ചെയ്യുക. അതായത് സോ മ്യൂവിങ് നിങ്ങളുടെ ജോ ലൈൻ സ്ട്രെങ്തൻ ചെയ്യാൻ മാത്രമുള്ള ഒരു സംഭവമല്ല, നമ്മുടെ മൗത്ത് ബ്രീത്തിങ് അവോയ്ഡ് ചെയ്യാനും ഉള്ള ഒരു സംഭവം കൂടിയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് നമ്മൾ ഇടയ്ക്ക് മറന്നു പോകും. എല്ലാവരും 24 മണിക്കൂർ ഇതിങ്ങനെ ഓർത്ത് വെച്ച് മ്യൂ ചെയ്യുന്നില്ല. ഇത് എല്ലാവർക്കും കൂടിയുള്ള സംഭവമാണ്. ഞാനും ഇടയ്ക്ക് മറന്നു പോകും മ്യൂ ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് മറന്നുപോയതുകൊണ്ട് ഡിസ്കറേജ്ഡ് ആവരുത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫൈൻഡ് ആയിട്ടും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ജോ ലൈൻ വേണമെങ്കിൽ ബി കൺസിസ്റ്റൻറ്റ് വിത്ത് മ്യൂവിങ് ആൻഡ് ചെക്ക് ദിസ് വീഡിയോ ഔട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ജോ ലൈനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ദിസ് വീഡിയോ ഔട്ട്. നമുക്ക് ആ വീഡിയോ കാണാം.